കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. മണിക്കൂറുകൾക്കുള്ളിൽ 6 പേരെയാണ് പ്രതി അഫാൻ വ്യക്തമായ ആസൂത്രണത്തിലൂടെ കൊലപാതകം നടപ്പിലാക്കിയത്. കൊലപാതകം നടത്തിയ ശേഷം അഫാൻ സ്വയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. അത് പോലീസിനെ പോലും അമ്പരപ്പിച്ചു. ആദ്യം പോലീസ് കരുതിയത് അഫാന് ഏതെങ്കിലും വിധത്തിൽ മാനസിക രോഗമോ മറ്റോ ഉണ്ടായിരിക്കുമെന്നാണ്. പിന്നീടാണ് പോലീസിന് മനസ്സിലായത് അയാൾ 6 പേരെ കൊന്നുവെന്നത്. ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ആദ്യം ഷോൾ മുറുക്കിയപ്പോൾ മരിച്ചു എന്നാണ് കരുതിയിരുന്നതെന്നാണ് അഫാന്റെ മൊഴി. ഇപ്പോൾ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ്. കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് 2 തവണയാണ്. ആദ്യം ഷെമിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി, പിന്നീട് ചുറ്റിക വാങ്ങി മുത്തശ്ശി സൽമാ ബീവിയെ കൊന്നതിനു ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കരയുന്നത് കണ്ട അഫാൻ അവരെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി. മാതാവ് ഷെമിയുടെ കഴുത്തിൽ ഷോളിട്ട് മുറുക്കിയെന്നും ബോധം നിലച്ചതോടെ മരിച്ചെന്നാണ് കരുതിയത്. തുടർന്ന് വെഞ്ഞാറമൂടിലെ ആണ്ടവ സ്റ്റോറിൽ നിന്നും ചുറ്റിക വാങ്ങുകയും ചുറ്റിക ഇടുന്നതിനായി ഒരു ബാഗും വാങ്ങി. അതിനുശേഷമാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പാങ്ങോടെത്തി മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത്. സൽമാ ബീവിയുടെ മാല പണയം വെച്ച ശേഷം വീട്ടിലെത്തിയപ്പോൾ മാതാവ് ഷെമി കരയുന്നത് കണ്ടപ്പോഴാണ് ചുറ്റിക ഉപയോഗിച്ച് മാതാവിന്റെ തലക്കടിച്ചത്. അങ്ങനെ അഫാനുമായുള്ള പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. ആദ്യം ചുറ്റിക വാങ്ങിയ കടയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. കടയുടമ അഫാനെ തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലും ചുറ്റികയിടാനുള്ള ബാഗ് വാങ്ങിയ കടയിലും തെളിവെടുപ്പിന് എത്തിക്കുകയായിരുന്നു. അഫാന്റെ കസ്റ്റഡി കാലാവധി ശനിയാഴ്ചയാണ് അവസാനിക്കുക. വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. അഫാന്റെ മുത്തശ്ശിയായ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോഴത്തെ തെളിവെടുപ്പ്. കഴിഞ്ഞ ദിവസവും സൽമാ ബീവിയുടെ വീട്ടിലെത്തിച്ചും അഫാന്റെ പേരുമലയിലെ വീട്ടിലും തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ചയോടുകൂടി വെഞ്ഞാറമൂട് പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയാകും. 3 ഇടങ്ങളിലായിരുന്നു ശനിയാഴ്ച തെളിവെടുപ്പ് നടത്തിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സൽമാ ബീവിയെ കൊല്ലുന്നതിനായുള്ള ചുറ്റിക ഒളിപ്പിക്കാനായി ഒരു ബാഗും വാങ്ങിയിരുന്നു. ആ ബാഗുള്ള കടയിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ചുറ്റിക വാങ്ങിയ കടയിലും തെളിവെടുപ്പ് പൂർത്തിയായി. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ധനകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ചിരുന്നു. അവിടെയും തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് വിവരം. തുടർന്ന് മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ കേസുകൾക്കായി തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പറയുന്നത്. ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടി അഫാനെ ജയിലിലേക്ക് മാറ്റി.